ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കുക്കറിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: അരി 2 ഗ്ലാസ്, വെള്ളം 3 ഗ്ലാസ്. ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ അളവ് തന്നെ വെള്ളവും എടുക്കണം. ബീഫ് 3/4 കിലോ, വലിയ ഉള്ളി 3 നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 4, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടേബിൾ സ്പൂണ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, മല്ലിയില കുറച്ച് ചെറുതായി അരിഞ്ഞത്, പുതിനയില കുറച്ച്, കറുവപ്പട്ടയുടെ ഇല 2, തക്കാളി 2 നീളത്തിൽ അരിഞ്ഞത്, മുളക് പൊടി 1.5 സ്പൂണ്, നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കണം, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മല്ലിപ്പൊടി 1/4 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, പട്ട ഒരു ചെറിയ കഷ്ണം, ഏലക്ക 3, ഗ്രാമ്പു 3, എണ്ണ 1/2 കപ്പ്, തൈര് 1/2 കപ്പ്, ഗ്രീൻ പീസ് 2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ ഒരു വലിയ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പട്ട, ഏലക്ക, ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബീഫ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് തൈരും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിൽ വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ കുക്കറിൽ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ എത്ര വെള്ളം ഉണ്ട് എന്ന്. അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ കുക്കറിൽ 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പും നോക്കണം. എന്നിട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കണം. 1 വിസിൽ വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.